KPCC പ്രസിഡന്റ് ഹസന്റെ ആർത്തവ പരാമർശം വിവാദമാകുന്നു. യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിച്ച യുവ മാധ്യമ പ്രവർത്തകർക്കുള്ള ക്യാമ്പിലാണ് ഹസന്റെ സ്ത്രീവിരുദ്ധ പരാമർശം. ആർത്തവം അശുദ്ധിയാണെന്നും ആർത്തവകാലത്ത് സ്ത്രീകൾ ആരാധനാലയങ്ങളിൽ പോകരുതുമെന്ന് പറയുന്നതിൽ ശാസ്ത്രമുണ്ടെന്നും ക്യാമ്പിൽ ഹസൻ വാദിച്ചു. ഇതിനെ ക്യാമ്പിൽ പങ്കെടുത്ത പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ശക്തമായ ഭാഷയിൽ ചോദ്യം ചെയ്തെങ്കിലും ഹസൻ നിലപാട് തിരുത്താൻ തയ്യാറായില്ല. പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ആദ്യം പങ്കെടുത്ത പൊതുപരിപാടിയിൽ തന്നെ ഹസൻ നടത്തിയ കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശമാണ് വിവാദമായിരിക്കുന്നത്. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിച്ച യുവ മാധ്യമപ്രവർത്തകർക്കുള്ള ക്യാമ്പിലാണ് ഹസന്റെ വിവാദ പരാമർശം. ആർത്തവം അശുദ്ധിയാണെന്നും ആർത്തവകാലത്ത് സ്ത്രീകൾ ആരാധനാലയങ്ങളിൽ പോകരുത് എന്ന് പറയുന്നതിൽ ശാസ്ത്രമുണ്ടെന്നുമായിരുന്നു ഹസന്റെ വാദം. മുസ്ലിം ആയാലും ഹിന്ദുവായാലും ക്രൈസ്തവരായാലും സ്ത്രീകൾ അശുദ്ധമായിരിക്കുന്ന സമയത്ത് ഒരു ആരാധനാലയത്തിലും അവർക്ക് കയറാൻ പാടില്ല. അത് ജാതി മത വ്യത്യാസമില്ലാതെയുള്ള ഒരു ശാരീരിക അവസ്ഥയുടെ സാക്ഷാൽ ശബരിമല അയ്യപ്പൻ അദ്ദേഹം ബ്രഹ്മചാരിയായിരുന്നു. അല്ലെങ്കിൽ സ്ത്രീകൾ അശുദ്ധ സമയത്ത് അമ്പലത്തിൽ പ്രവേശിക്കാൻ പാടില്ല. ഇതൊക്കെ എല്ലാ മതത്തിലും ഉള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയ്ക്ക് എന്താണ്, അമ്പലത്തിലായാലും പള്ളിയിലായാലും ഞാൻ മനസ്സിലാക്കിയത് പറയുകയാണ്, അവർ ശരീരശുദ്ധിയോടുകൂടി പോകണം. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ ഒരു ശരീരശുദ്ധിയുടെയും നമ്മുടെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് റംസാൻ വ്രതം എടുക്കരുതെന്ന് പറയുന്നത്. കാരണം അവർക്ക് ഒരുപാട് രക്തം നഷ്ടപ്പെടുന്ന സമയത്ത് അവർ വ്രതം എടുക്കാൻ പാടില്ല. അപ്പോൾ ശരീരം അശുദ്ധമാണെന്നുള്ളത് കൊണ്ടാണ്. അത്രേ എനിക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റും. ഏതുതരം അശുദ്ധിയെക്കുറിച്ചാണ് താങ്കൾ പറയുന്നതെന്ന് ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു. താങ്കൾ പറയുന്ന അശുദ്ധി ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. രക്തമാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഞാനും താങ്കളുമെല്ലാം ആ അശുദ്ധിയുടെ ഭാഗമല്ലേ എന്നും പെൺകുട്ടി ചോദിച്ചു. ലാസ്റ്റ് സമയത്ത് അശുദ്ധിയെ കുറിച്ച് പറഞ്ഞു. ഞാൻ വിചാരിക്കുന്നത് ആർത്തവം എന്ന് പറയുന്നത് ഒരു ജൈവികമായ പ്രക്രിയയാണ്. ഇതിപ്പോ ഈ അശുദ്ധി എന്ന് പറയുന്നത് രക്തത്തിന്റെ പേരിലാണോ അല്ലെങ്കിൽ ആർത്തവം ഉണ്ടാകുന്ന അവയവത്തിന്റെ പേരിലാണോ സാർ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പൊ അതൊരു അശുദ്ധിയാണെങ്കിൽ സാർ ഉൾപ്പെടുന്ന എല്ലാ മനുഷ്യങ്ങളും അശുദ്ധിയുടെ അല്ലെങ്കിൽ അശുദ്ധിയുടെ ഫലമല്ലേ സാർ? തന്റെ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നായിരുന്നു ഹസന്റെ മറുപടി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KG ദിനകർ കൂടി ചേരുകയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ദിനകർ, ഏത് സാഹചര്യത്തിലായിരുന്നു ഹസന്റെ പരാമർശം, ഒപ്പം സദസ്സിന്റെ പ്രതികരണം കൂടി? ഗ്രീഷ്മ, KPCC അധ്യക്ഷനായ അദ്ദേഹം ചുമതല ഏറ്റെടുത്ത ദിവസം തന്നെയാണ് ഇത്തരത്തിൽ ഒരു കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശവുമായി അദ്ദേഹം രംഗത്ത് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. KPCC അധ്യക്ഷന്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരു മതമേധാവി സംസാരിക്കുന്ന അതേ ഭാഷയിലും അതേ ശരീരഭാഷയിലും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലൊരു സ്ത്രീവിരുദ്ധ പരാമർശം ഉണ്ടായത് എന്നുള്ളതാണ് വസ്തുത. യുവജനക്ഷേമ ബോർഡ് തിരുവനന്തപുരത്ത് യുവമാധ്യമപ്രവർത്തകർക്കായി സംഘടിപ്പിച്ച സെമിനാറിലായിരുന്നു MM ഹസന്റെ പ്രതികരണം. നിരവധി പെൺകുട്ടികൾ ഉൾപ്പെടെ നിരവധി മാധ്യമപ്രവർത്തകരും മറ്റ് പ്രമുഖരായിട്ടുള്ള വ്യക്തികളും ഇരിക്കുന്ന വേദിയിലാണ് KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിൽ ഉള്ള ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ഹസൻ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തുമ്പോൾ അത് എങ്ങനെയാണ് പൊതുസമൂഹം അതിനെ നോക്കിക്കാണുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. കാരണം KPCC അധ്യക്ഷ പദവി എന്നുള്ളത് ഒരു മതമേധാവി ഇരിക്കുന്ന കസേരയല്ല, മറിച്ച് മതേതര സമൂഹത്തിൽ മതനിരപേക്ഷമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാനത്തിലെ ഏറ്റവും മുതിർന്ന ഏറ്റവും സമ്മന്നതനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയായ ഹസൻ ഇത്തരത്തിൽ പറയുമ്പോൾ അത് ഏത് അർത്ഥത്തിൽ നമ്മൾ കാണണം എന്ന് ആണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം. പ്രത്യേകിച്ച് UP അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പല രീതിയിലും മതം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് ഇത്തരത്തിൽ ഹസന്റെ പരാമർശം എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ആർത്തവം അശുദ്ധിയാണ് എന്നാണ് KPCC അധ്യക്ഷൻ MM ഹസൻ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. കടുത്ത സ്ത്രീ വിരുദ്ധ പരാമർശം എന്ന് നമുക്ക് ഇതിനെ സൂചിപ്പിക്കേണ്ടി വരും. യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിച്ച യുവ മാധ്യമപ്രവർത്തകർക്കുള്ള വേദിയിലായിരുന്നു ഹസന്റെ പരാമർശം. ഒരു പെൺകുട്ടി ഇതിനെ ചോദ്യം ചെയ്തതിന് ശേഷവും ഹസൻ തൻ്റെ നിലപാട് തിരുത്താൻ തയ്യാറായില്ല എന്നത് വസ്തുതയാണ്. അതിനുശേഷവും അദ്ദേഹം മറുപടി പറയാൻ എഴുന്നേറ്റു. ആ പെൺകുട്ടിയുടെ ചോദ്യത്തിനും മറുപടിയിലും അദ്ദേഹം തൻ്റെ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തത്. അത് കുറച്ചുകൂടി വിശദീകരിച്ചുകൊണ്ടാണ് തൻ്റെ നിലപാട് അദ്ദേഹം ഊട്ടി ഉറപ്പിച്ചത് എന്നുള്ളതാണ് വസ്തുത. സ്ത്രീകൾ ആർത്തവം അശുദ്ധിയാണെന്നും ആർത്തവകാലത്ത് സ്ത്രീകൾ ആരാധനാലയങ്ങളിൽ പോകരുത് എന്ന് പറയുന്നതിൽ ശാസ്ത്രമുണ്ട് എന്നുമാണ് MM ഹസൻ വിശദീകരിക്കുന്നത്. ഇതിനെ ക്യാമ്പിൽ പങ്കെടുത്ത പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്തുവെങ്കിലും അദ്ദേഹം അത് തിരുത്താൻ തയ്യാറായില്ല. തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനെ കുറെ കൂടി വിശദീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. മാധ്യമ ക്യാമ്പിൻ്റെ ഭാഗമായി മാധ്യമങ്ങളും രാഷ്ട്രീയവും എന്ന സെഷനിലാണ് MM ഹസൻ ചോദ്യോത്തരങ്ങൾക്കിടെ സ്ത്രീ സമൂഹത്തെ ആകെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ ഉള്ള ഒരു പരാമർശം നടത്തിയത്. അശുദ്ധരായിരിക്കുന്ന അവസ്ഥയിൽ അമ്പലത്തിലും പള്ളിയിലും പോകാൻ പാടില്ല. അതായത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും
ആരാധനാലയങ്ങളിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതിനെ മറ്റൊരു നിലയിൽ കാണേണ്ടതില്ല. ഈ ദിവസങ്ങളിൽ മുസ്ലിം സ്ത്രീകൾ നോമ്പെടുക്കാറില്ല. ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും അശുദ്ധിയുള്ള സമയങ്ങളിൽ സ്ത്രീകൾ ആരാധനാലയങ്ങളിൽ പ്രവേശിക്കേണ്ടതില്ലെന്ന അഭിപ്രായമാണ് തനിക്കെന്നും ഹസൻ കൂട്ടിച്ചേർത്തു. ഈ സമയത്താണ് ഏതുതരം അശുദ്ധിയെക്കുറിച്ചാണ് താങ്കൾ സൂചിപ്പിക്കുന്നത് എന്ന് ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് ചോദിക്കുകയുണ്ടായി. താങ്കൾ പറയുന്ന അശുദ്ധി ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നും ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. അതിനുശേഷവും അദ്ദേഹം താൻ ഇരുന്ന സ്ഥലത്ത് നിന്നും എഴുന്നേറ്റ് ഇതിനും കൃത്യമായ മറുപടി പറയുന്നുണ്ട്. അതും തൻ മുൻ നിലപാടിൽ നിന്ന് മാറാതെ അതേ നിലപാട് ആവർത്തിച്ചുകൊണ്ട് തന്നെയാണ്, കുറച്ചുകൂടി വിശദീകരിച്ചുകൊണ്ടാണ് ഹസൻ തൻ്റെ നിലപാട് വീണ്ടും വ്യക്തമാക്കുന്നത്. ഗ്രീഷ്മ. ശരി, ധന്യ രാമൻ കൂടി ചേരുകയാണ് ചർച്ചയിൽ. ധന്യ, തികച്ചും സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശം, സ്ത്രീ അശുദ്ധയാണ്, ആർത്തവം അശുദ്ധമാണ് എന്ന KPCC അധ്യക്ഷന്റെ പരാമർശം. ഏത് സാഹചര്യത്തിലാണ് ഇത്രയും വലിയ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു നേതാവിന്റെ ഈ വാക്കുകളെ നമ്മൾ എടുക്കേണ്ടത്? ഒരാളിൽ നിന്ന് നമ്മൾ എന്താണ് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം ഇവരൊക്കെ ജീവിക്കുന്ന ഒരു എന്താണ് ഒരു അവസ്ഥയുണ്ട്. അതിൽ നിന്നും ആ പ്രിമിറ്റീവായ ഒരു സമൂഹത്തിലാണ് ഇവരിപ്പോഴും ജീവിക്കുന്നത്. നമ്മൾ എത്ര മാറി എന്നുള്ളത് പോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരു പ്രസ്താവനയായിപ്പോയി അത്. കാരണം മുമ്പെയുള്ള ഒരു പുരാതന സമൂഹം അന്നത്തെ കൽപ്പിച്ചു കൊടുത്തിരുന്ന ഒരു സംഭവമാണ് ആർത്തവ സമയത്ത് ഇങ്ങനെയൊക്കെ. പക്ഷെ ഇന്നത്തെ തലമുറയോട് അല്ലെങ്കിൽ ഇന്നത്തെ മനുഷ്യന്മാരോട് നമ്മൾ എങ്ങനെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരും അംഗീകരിക്കില്ല. അതിൻ്റെ ആവശ്യവുമില്ല. കാരണം ഇതൊരു ബയോളജിക്കൽ പ്രോസസ്സാണ്. അത് ഓരോ പെണ്ണിനെ സംബന്ധിച്ചും അത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ പിന്നെ നിങ്ങൾ ആർത്തവമാണ്, നിങ്ങൾ സ്കൂളിൽ വരണ്ട, നിങ്ങൾ ഓഫീസിൽ വരണ്ട എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരിടത്തുനിന്ന് മാറ്റി നിർത്തുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ത്രീയുടെ മുന്നേറ്റത്തെ തടയാനുള്ള ഒരു ബൗദ്ധിക ശ്രമമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെ ബിന്ദു കൃഷ്ണനെ പോലെയുള്ള ഒരു DCC പ്രസിഡന്റായി വന്നപ്പോൾ സ്ത്രീകളുടെ കൂടുതൽ മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പം അതുകൊണ്ട് ഇത്തരം പ്രസ്താവനകളിലൂടെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ ചെറുതായി കാണുകയും അതൊന്നും അല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു ആർത്തവത്തിന്റെ പേരിൽ ഒരു പെണ്ണിനെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇദ്ദേഹത്തോട് ഒന്നും പറയാനില്ല. കാരണം ഇത്രയും ഇപ്പം നമ്മുടെ ജീവിത പ്രശ്നമായി മുമ്പോട്ടേക്ക് പോകണം. ധാരാളം പ്രശ്നങ്ങൾ ഇന്നത്തെ സമൂഹത്തിന് മുമ്പിലുണ്ട്. അപ്പോൾ അത് ശക്തമായി അതിനെ എങ്ങനെ പ്രതികരിക്കാം, എങ്ങനെ അത് ഇല്ലാതാക്കാം, നല്ല പ്രതിരോധ നിരയെ എങ്ങനെ വളർത്തിയെടുക്കാം, എങ്ങനെ അതിനെ മുമ്പോട്ടേക്ക് നല്ല കാര്യങ്ങൾ എങ്ങനെ മുമ്പോട്ടേക്ക് കൊണ്ടുവന്ന് ഇവരതാരൊന്നും ചിന്തിക്കുന്നില്ല. ഇവർക്ക് ഇപ്പോഴും ഇത്തരം കാര്യങ്ങളിലാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഒന്നും KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുത്തരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അദ്ദേഹം യോഗ്യനല്ല എന്ന് തെളിയിച്ചു. നമ്മളെപ്പോഴും പറയുന്നുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നമ്മൾ ഇനി ഒരു മാനദണ്ഡം വെക്കണം. ഇന്നത്തെ സമൂഹത്തിന് പൊതുസമൂഹത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഒരു മാനദണ്ഡം വെച്ച് അവരെ മാത്രമേ നമ്മൾ നേതാവായി അംഗീകരിക്കാൻ പാടുള്ളൂ. അല്ലാത്തവരെ വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പമാണെങ്കിൽ നമ്മൾ വീണ്ടും ഇത്തരം കുഷ്ഠം പിടിച്ച വാക്കുകൾ നമ്മൾ സമൂഹത്തിൽ നിന്ന് കേൾക്കേണ്ടി വരും. ഇനി വരുന്ന തലമുറയ്ക്കുള്ള ഒരു മോശം മെസ്സേജ് ആയിട്ടാണ് എനിക്ക് ഇതിനെ തോന്നുന്നത്. അപ്പോൾ തീർച്ചയായും തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ തികച്ചും ജൈവികമായ ഒരു പ്രതിഭാസത്തെ ഇത്തരത്തിൽ വളരെ അശുദ്ധിയാണ് എന്ന് കാണിച്ച് സ്ത്രീകളുടെ പ്രശ്നങ്ങളെ വളരെ ചെറുതായി കാണിക്കാനുള്ള ഒരു മേൽക്കോയ്മയുള്ള ഒരു സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു പ്രതിനിധി എന്ന രീതിയിൽ പറയാൻ സാധിക്കില്ലേ ഹസന്റെ വാക്കുകൾ? ഇപ്പൊ എല്ലാ പുരുഷന്മാരും ഇപ്പം ആർത്തവത്തെ എതിർക്കുന്നവരാണെന്ന് ഞാൻ പറഞ്ഞു. ഇത്തരം ചിന്താഗതിയുള്ള ഉള്ളിൽ കുഷ്ഠം ബാധിച്ച ചില മനുഷ്യന്മാരാണ് നമ്മളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇപ്പോഴും സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു. ഇവിടെ ഈ 8 മാസത്തിന്റെ ഇടയിൽ ഏകദേശം ഇത്രയും റേപ്പ് മാത്രം ഒരു 100-135 റേപ്പ് നടന്നു. അതിനെതിരെ പോലും ഇവർക്ക് ഒരു വാക്ക് പറയാനില്ല. ഞാൻ പറയട്ടെ, ഇവിടെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യന്റെയും മുസ്ലിമിന്റെയും ഒക്കെ മതഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നുള്ള MM ഹസനോട് ഞാൻ ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുകയാണ്. കാരണം മതഗ്രന്ഥങ്ങളൊക്കെ സ്ത്രീകളെ വളരെ ബഹുമാനിക്കുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. സ്ത്രീ സുരക്ഷയ്ക്കൊക്കെ അവർ വളരെ പ്രാധാന്യമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അത് പാലിക്കപ്പെടേണ്ട. ആ സ്ത്രീ സുരക്ഷയും സ്ത്രീയെ ബഹുമാനിക്കുന്നതൊക്കെ അവിടെ മാറ്റി നിർത്തട്ടെ. അതിൽ പറഞ്ഞിരിക്കുന്ന ഈ ആർത്തവത്തിന്റെ കാര്യമാണ് ഇവരൊക്കെ ഇപ്പോഴും പാലിക്കുന്നതെങ്കിൽ ആ വേദപുസ്തകങ്ങളിലോ ആ പുസ്തകങ്ങളിലൊന്നും ഞങ്ങളെപ്പോലുള്ളവർക്ക് വിശ്വാസമില്ല. ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് ഇന്ത്യൻ ഭരണഘടനയിലാണ്. നിങ്ങൾ ഇന്നത്തെ സ്ത്രീകളോടും ഇന്നത്തെ തലമുറയോടും ചോദിക്കും, ഞങ്ങളാരും ഇത്തരത്തിലുള്ള മതപുസ്തകങ്ങൾ കെട്ടിപ്പിടിച്ചിരിക്കാൻ ഞങ്ങൾ തയ്യാറാവില്ല എന്നുള്ളതാണ് അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്.
തീർച്ചയായും ഹസൻ ഈ പരാമർശം നടത്തിയ ഒരു സദസ്സ് കൂടി ശ്രദ്ധേയമാണ്. തികച്ചും യുവാക്കൾ മാത്രം പങ്കെടുത്ത ഒരു സദസ്സ്, യുവ മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി നടത്തിയ ഒരു പരിപാടിയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. യുവാക്കളുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തന്നെ യുവ നേതാക്കളിൽ VT ബൽറാം അടക്കമുള്ള യുവ നേതാക്കൾ ആർത്തവം അശുദ്ധിയല്ല, ഇതിനെ തികച്ചും ജൈവികമായ ഒരു പ്രതിഭാസമായി മാത്രം കണ്ടാൽ മതി എന്ന രീതിയിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ തികച്ചും വിരുദ്ധമായിട്ട് അദ്ദേഹത്തിന്റെ ഏതോ ഒരു മതബോധത്തിന്റെ അടിസ്ഥാനത്തിൽ പോലുമാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറയാം. അല്ല, അതാണ് അദ്ദേഹം പഠിച്ചു വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളത് എന്താണോ അതാണ് അദ്ദേഹം പുറത്തേക്ക് തുപ്പുന്നത്. അപ്പൊ അത് തുപ്പുന്നത് ഒരു പൊതുസമൂഹത്തിലേക്കാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലെ സ്ത്രീകൾ പോലും ഇത് അംഗീകരിക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് ആരടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും മാറി നിൽക്കില്ല. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ ചെറുതാക്കി കാണിച്ചുകൊണ്ട് അതൊന്നുമല്ല, ഇവരൊരു ആർത്തവത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് എന്നുള്ളൊരു മെസ്സേജാണ് അദ്ദേഹം പുതിയ തലമുറയ്ക്ക് പോലും കൊടുക്കുന്നത്. പക്ഷെ പുതിയ തലമുറ അതിനേക്കാളും മിടുക്കരായിട്ടുള്ള തലമുറയാണ്. അപ്പൊ തന്നെ ഒരു പെൺകുട്ടി അതിനെ എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചെയ്തു. അതിന് അദ്ദേഹം എന്ത് മറുപടിയാണ് കൊടുത്തതെന്ന് കണ്ടില്ല. എങ്ങനെയാണ് ആർത്തവ അശുദ്ധിയാവുന്നത്, ഞങ്ങൾ എങ്ങനെയാണ് അശുദ്ധിയാവുന്നത് ഞങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല. കാരണം ഇതൊരു മോശം രക്തമല്ല പോകുന്നത്, നല്ല രക്തം തന്നെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് ഒരു സ്ത്രീക്ക് ചിലപ്പോൾ ക്ഷീണം പോലും ഉണ്ടാകുന്നത്. അപ്പോൾ പിന്നെ ഇതിനെ എന്തിന്റെ പേരിലാണ് മാറ്റി നിർത്തേണ്ടത്? നിങ്ങളുടെ കൈ മുറിഞ്ഞ് പഴുത്താൽ അല്ലെങ്കിൽ അതിൽ കൂടി രക്തമോ പഴുപ്പോ വന്നാൽ അത് അശുദ്ധിയാണോ? അത്രയേ ഉള്ളൂ ഈ ഒരു സ്ത്രീയുടെ ഇതൊരു ബയോളജിക്കൽ പ്രോസസ് ആണെന്നുള്ള കാര്യം. അപ്പോൾ ഇവരെ പോലെയുള്ളവരെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ നല്ല ഇങ്ങനത്തെ ആളുകളെ കൊണ്ടുവരരുത്. അതാണ് ഏറ്റവും നല്ലത്. കുറച്ച് പൊതുബോധമുള്ള, രാഷ്ട്രീയ ബോധമുള്ള, എന്താണ് ജാതിക്കും മതത്തിനും അതീതമായി പ്രവർത്തിക്കുന്ന ആളുകൾ വേണം രാഷ്ട്രീയ നേതൃത്വ നിരയിലേക്ക് വരാൻ. ഇല്ലെങ്കിൽ സാമൂഹിക നന്മ എന്നുള്ളൊരു കാര്യമുണ്ട്, അത് നശിച്ചു പോകും. ഇവർ കൊടുക്കുന്ന, ഇവരുടെ അണികൾക്ക് കൊടുക്കുന്ന മെസ്സേജ്, ഒരു നല്ല ലീഡർ ആണെങ്കിൽ നല്ല മെസ്സേജ് ആയിരിക്കും അണികൾക്കും പൊതുസമൂഹത്തിനും കൊടുക്കുക. പക്ഷേ ഇദ്ദേഹത്തെ പോലുള്ളവർ എന്ത് നല്ല കാര്യമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്? ഒരു നല്ല കാര്യം ചെയ്തത് നിങ്ങൾ പുറത്തു പറയും. അത് പറയാനില്ലാതെ വീണ്ടും ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് വെറുതെ മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയപ്പോൾ ഒരുപക്ഷെ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടണമെന്നും അദ്ദേഹം ശ്രദ്ധയാർജിക്കപ്പെടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതും അദ്ദേഹത്തിന്റെ കൾച്ചർ, സംസ്കാരവും കൂടി ചേർന്നതാണത്. തീർച്ചയായും തന്നെ തിരികെ എത്തുകയാണ്. ധന്യയിലേക്ക് തന്നെ പോവുകയാണ്. ധന്യ, ആ സദസ്സിലെ ഒരു പെൺകുട്ടി തന്നെ ഹസനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആർത്തവം അശുദ്ധിയാണെങ്കിൽ നമ്മൾ എല്ലാവരും ആ അശുദ്ധിയുടെ ഭാഗമല്ലേ എന്ന്. എങ്കിൽ ഈ ഹസൻ ഉദ്ദേശിക്കുന്ന അശുദ്ധി എന്താകും? അതുതന്നെയാണ്, അത് അദ്ദേഹം വെളിപ്പെടുത്തണമെന്നുള്ളതാണ്. ആർത്തവം ഞങ്ങളുടെ അവകാശമാണ്. അതിനെ ഞാനും അദ്ദേഹവും അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ടായിരുന്നത് ഈ അമ്മയുടെ ഈ അശുദ്ധിയിൽ നിന്ന്, ഒരു സ്ത്രീയുടെ അശുദ്ധിയിൽ നിന്നാണ്. അവർ പറയുന്ന ഈ അശുദ്ധിയിൽ നിന്നാണെന്നുള്ള കാര്യം പോലും അവർ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കിയേ കൊള്ളാം. എനിക്ക് തോന്നുന്നു ഇത്തരം ആളുകൾ ഈ സമൂഹത്തിന് ബാധ്യതയാണ്. കാരണം ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ പ്രിമിറ്റീവ് ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ ആദിവാസി സമൂഹത്തിനിടയിൽ, മുതുവാൻ കമ്മ്യൂണിറ്റിക്കിടയിൽ ഏറ്റവും കൂടുതൽ അവർ പാലിച്ചിരുന്ന ഒരു ആചാരമാണ് ഈ ആർത്തവകാലം എന്ന് പറയുന്നത്. അപ്പോൾ ആർത്തവകാലം വരുന്ന സമയത്ത് സ്ത്രീകളെ പ്രത്യേക ഒരു പുരയിലേക്കാണ് അവർ മാറ്റി താമസിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ അന്ന് അവർ പ്രത്യേകമായിട്ട് ഒരു തീ കൂട്ടി അവിടെ അങ്ങനെ അവർക്ക് വയറുവേദനയൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ആഴി കൂട്ടി അതിന് ആ പുരയ്ക്കുള്ളിൽ തന്നെ ഒരു പ്രത്യേക അതിൻ്റെ എന്താണ് സ്ട്രക്ചർ അങ്ങനെയാണ് ഇരിക്കുന്നത്. കുറച്ച് ഹൈറ്റിൽ ഒരു കുഴിയൊക്കെ ഉണ്ടാക്കി അതിൽ തീ കൂട്ടി അതിന് ചുറ്റും ഇരുന്നാണ് അവർ തീ കാഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ വേദനയെ ഓവർകം ചെയ്യാനായിട്ട് ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷേ അത് പിന്നീട് അവരത് ഒരുപാട് ബാധിച്ചു. ഇതൊരു ആചാരമായി അവർ മുമ്പോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ പിന്നെ ഇവർക്ക് ചില കാലഘട്ടങ്ങളിൽ ഒരു പുരയിൽ ഒരു സ്ത്രീ മാത്രം ഒറ്റയ്ക്ക് താമസിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഇവരൊക്കെ അങ്ങോട്ട് പോകാൻ പേടിയായി. കാരണം ചുറ്റും വന്യമൃഗങ്ങളുള്ള ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ ഈ മാലാടി പോലത്തെ ടാബ്ലറ്റ് ആദ്യം അവിടെ എത്തിയ ഡോക്ടർമാരെ ഇവർക്ക് കൊടുത്തത്. ഇത് അത് അവർ കഴിച്ചതിന് ശേഷം അവർക്കിപ്പോൾ ഏകദേശം 300ഓളം ദമ്പതികൾക്ക് അവിടെ കുട്ടികളില്ല. ഇടമലക്കുടിയിൽ ഈ റീസെൻ്റ് ആയിട്ട് കല്യാണം കഴിച്ചിട്ടുള്ള ഒരു 8 വർഷത്തിന് ഇപ്പുറത്തേക്കുള്ള ആർക്കും കുട്ടികൾ ഉണ്ടായിട്ടില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് വളരെ കുറവാണ് അവിടെ. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ പോയി അവരോടത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴത്തേക്ക് അവർ പോലും പതിയെ അതിന്ന് ആ ഒരു ആചാരത്തിൽ നിന്ന് മുക്തമായി വരുന്നുണ്ട്. അവരും പൊതുസമൂഹത്തെ പതിയെ മനസ്സിലാക്കി അവരിതിന്ന് മാറി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടതിന് പകരം ഇദ്ദേഹത്തെ പോലുള്ള ഒരു വളരെ തെറ്റായിട്ടുള്ളൊരു മെസ്സേജ്, ഇതാരും വിശ്വസിക്കില്ല. കാരണം വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക്
നമ്മുടെ മാതാപിതാക്കൾ നമ്മളെല്ലാവരും വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള മാധ്യമങ്ങളിലൂടെ അടക്കം ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ എടുത്തതിന് വളരെ നല്ലൊരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കെങ്കിലും ഇത് തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞിന് ഇത് എന്തായാലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് ഇത്തരം ചപലമായിട്ടുള്ള കാര്യങ്ങളാണ്. ആർത്തവം ഞങ്ങളുടെ അവകാശമാണ് എന്നുള്ളതാണ് ഓരോ പെണ്ണും ഉറച്ചു പറയുന്നത്. ആർത്തവം ഇല്ലെങ്കിൽ അടുത്ത തലമുറ ഉണ്ടാകില്ല. അത്തരം കുറച്ച് ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പോയി എവിടെന്നെങ്കിലും പോയി പഠിച്ച് മനസ്സിലാക്കി വരട്ടെ, എന്നിട്ട് ഇനി ഈ വിഷയത്തെ പറ്റി സംസാരിക്കാവുള്ളൂ എന്നാണ് എനിക്ക് പറയുക. കാരണം അദ്ദേഹം ഒരു തിരികെ വരാം ധന്യ. ഇപ്പോൾ ഷാഹിദ കമാൽ കൂടി ചേരുകയാണ്. ശ്രീമതി ഷാഹിദ കമാൽ, KPCC അധ്യക്ഷൻ MM ഹസന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിവാദ പരാമർശം താങ്കളും ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? തീർച്ചയായിട്ടും നമുക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടോ സംസ്കാരം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇന്നും സ്ത്രീകളെ എത്രമാത്രം താഴ്ത്തിക്കെട്ടാൻ എവിടെയെല്ലാം അവസരം കിട്ടുമോ അതെല്ലാം ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ശ്രീ MM ഹസന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് പ്രാകൃതമെന്ന് മാത്രമല്ല, കോൺഗ്രസിലെ സ്ത്രീകൾ മുന്നോട്ട് വരണം പ്രതികരിക്കാൻ. കാരണം എന്ത് നടന്നാലും പ്രതികരിക്കുന്ന കുറെ ആളുകളുണ്ട് കോൺഗ്രസിനകത്ത്. എന്തുകൊണ്ടാണ് കോൺഗ്രസിനകത്തുള്ള അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസിനകത്തുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഇത്തരം പരാമർശങ്ങളെ അല്ലെങ്കിൽ ഇത്തരം പ്രസ്താവനകൾക്കെതിരെ പ്രതികരിക്കാത്തത്? ഞാൻ ചോദിക്കട്ടെ, ആർത്തവം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹനീയമായി കാണുന്ന ഒന്നാണ് സ്ത്രീ സമൂഹം. ഒരു ആർത്തവത്തിലൂടെയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്, ആർത്തവത്തിന് ശേഷം. അപ്പോൾ ആ അശുദ്ധിയിലൂടെ ജന്മം ലഭിച്ചവരാണ് ഇവരൊക്കെ എന്നുള്ളത് മറന്നു പോകുന്നത്. ഇവരിത് പറയുമ്പോൾ ഇവർക്ക് ജന്മം കൊടുത്ത മാതാവിനെ പോലും അല്ലെങ്കിൽ ഉമ്മയെ പോലും തള്ളിപ്പറയുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇത് സ്ത്രീകൾക്കെതിരെയുള്ള, കാരണം സ്ത്രീകൾ ഒരു കാരണവശാലും സമൂഹത്തിന്റെ ഉന്നത മേഖലകളിലേക്ക് കടന്നു വരരുത്. അതുകൊണ്ടാണ് സ്ത്രീകൾ വീട്ടിലിരിക്കണം എന്ന് പറയാൻ വേണ്ടി, അത് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്തരം പ്രസ്താവനകളെ ആ ഒരു പൊതുവേദിയിൽ. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് അവിടെ ഒരു മിടുക്കിയ ഒരു പെൺകുട്ടി പ്രതികരിക്കുന്നത് കണ്ട് അവളെ അഭിനന്ദിക്കണം. കാരണം സ്ത്രീ സമൂഹത്തിന്റെ മുഴുവൻ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു പ്രതിഷേധമാണ് ആ കുട്ടിയിലൂടെ പുറത്തു വന്നത്. തീർച്ചയായിട്ടും ഒരു KPCC അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പ്രതികരണമാണ്. കാരണം ആയിരക്കണക്കിന് സ്ത്രീകൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹം നാളെ അശുദ്ധിയുള്ള ആർത്തവമുള്ള സഹോദരിമാര് KPCC ഓഫീസിൽ കയറരുത് എന്ന് വേണമെങ്കിൽ നാളെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു പ്രസ്താവന ഉണ്ടാകുമ്പോൾ ഈ മഹിളാ കോൺഗ്രസ് നിൽക്കുന്ന സഹോദരിമാര് എങ്ങനെയാണ് അതിനെ കാണുന്നത്? തീർച്ചയായിട്ടും ഇത് അപലപനീയമാണ്, പ്രാകൃതമാണ്, സ്ത്രീകളോടുള്ള ഏറ്റവും വലിയ അവഗണനയാണ്. ഇതിനെതിരെ സ്ത്രീ സമൂഹം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി സ്ത്രീ സമൂഹം ഉണർന്ന് പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും പല വിഷയങ്ങളിലും അഭിപ്രായം പറയുന്നവരാണ്. എന്തുകൊണ്ടാണ് ഒരു KPCC അധ്യക്ഷൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരാരും അതിനൊരു പ്രതികരണവുമായി മുന്നോട്ട് വരാത്തത് എന്താണ്? അപ്പോൾ അവരുടെ മുഴുവൻ കാഴ്ചപ്പാട് സ്ത്രീകളോട് ഇതേ രീതിയിലാണോ എന്ന് അറിയുവാൻ ഒരു സ്ത്രീ എന്ന നിലയിൽ, സ്ത്രീ സമൂഹത്തെ പ്രതികരിക്കുന്ന ഒരാളെന്ന നിലയിൽ സ്ത്രീ സമൂഹത്തിന് അത് അറിയുവാനുള്ള താല്പര്യമുണ്ട്. വളരെ നന്ദി ശ്രീ ഷാഹിദ കമാൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ രാഹുൽ ഈശ്വറിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഷാഹിദ കമാൽ ചോദിച്ചത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. വളരെയധികം വനിതാ പ്രവർത്തകരുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഇത്തരത്തിൽ ഈ പാർട്ടിയുടെ പ്രതിനിധാനം ചെയ്യുന്ന KPCC അധ്യക്ഷൻ ഇങ്ങനെ പറയുമ്പോൾ ഏത് രീതിയിലാണ് കേരള സമൂഹം ഇതിനെ എടുക്കേണ്ടത്? 45 സെക്കൻഡ് 3 കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം, ഞാനൊരു ഹിന്ദു വലതുപക്ഷക്കാരനാണ്. ഹസൻ സാർ ഒരു മതേതര ജനാധിപത്യ പാർട്ടിയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു കാര്യം എനിക്കില്ല. അദ്ദേഹം പറഞ്ഞ കാര്യത്തിന്റെ മെറിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ കാര്യം, എല്ലാത്തിനും ഈ ഓവർ ടച്ചിയായി സ്ത്രീകളുടെ വിഷയം എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ എന്നും ഇത് കടുത്ത സ്ത്രീവിരുദ്ധതയാണ്, നമ്മൾ ഇതിൽ നിന്ന് ജനിച്ചതല്ലേ എന്നും ചോദിക്കുന്നു. 3, അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം ലൈംഗികതയിൽ നിന്ന് ജനിച്ചതല്ലേ? ശശീന്ദ്രൻ സാർ ലൈംഗിക ചുവയുള്ള സംസാരിച്ചുകൊണ്ട് എന്തിനാ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത്? ലൈംഗികത എന്നല്ലേ, ഈ പീരീഡ്സിന്റെ രക്തത്തിൽ നിന്നല്ലോ, കുറെ കൂടെ കൃത്യമായി പറഞ്ഞാൽ സെക്ഷുവാലിറ്റി എന്നാണ് എല്ലാവരും ജനിക്കുന്നത്. പക്ഷെ ഒരു മന്ത്രി സെക്ഷുവൽ കൊണോട്ടേഷനോടെ സംസാരിച്ചു എന്ന് കരുതി അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നത് മനുഷ്യവിരുദ്ധ
സ്ത്രീവിരുദ്ധതയാണ്. തെളിയിക്കപ്പെടാത്ത ഒരു ആരോപണമാണ്. അല്ല, ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞില്ലെന്നല്ല, അദ്ദേഹം ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം. അദ്ദേഹം അതിനുവേണ്ടിയാണല്ലോ വെളിയിൽ പോയത്. അപ്പം കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമ്മൾ പറയണം. എന്താ ഹസൻ സാർ പറഞ്ഞത്? ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് അമ്പലങ്ങളിലെ ഒരു നിയമം കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ചില പ്രത്യേക സമയങ്ങളിൽ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടവർ സ്ത്രീകൾക്ക് പ്രത്യേക സുരക്ഷയ്ക്കോ പ്രത്യേക കാരണങ്ങൾക്കോ ആയി അമ്പലങ്ങളിലോ മറ്റും വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. എന്താണ് ഹസൻ സാറും കൂടെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി, ഇന്ത്യയുടെ സംസ്കാരം ഉയർത്തിപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടി ഉള്ള നാട്ടിലെ ഒരു വലിയ കാര്യം? ഉദാഹരണം, മണ്ണാറശാല അടക്കമുള്ള അമ്പലങ്ങളുണ്ട്. ചെങ്ങന്നൂരിൽ ദേവിക്ക് തൃപ്പൂത്ത് എന്നൊരു ആചാരമുണ്ട്. അവിടെ പീരീഡ്സിനെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അവിടെ ദേവിക്ക് പീരീഡ്സ് ആയി എന്ന് പറഞ്ഞ്, ദേവിക്ക് മെൻസസ് ആയി എന്ന് പറഞ്ഞ് ശബരിമല തന്ത്രിയുടെ പത്നിയായ എന്റെ മുത്തശ്ശി കൂടിയായ ദേവകി അന്തർജനമാണ് ഈ പീരീഡ്സ് ചെക്ക് ചെയ്യുന്നത്. അവിടെ പുരുഷൻ മാറി നിൽക്കും. അപ്പൊ സ്ത്രീക്ക് സ്ത്രീയുടേതായ വലിയൊരു സ്ഥാനവും പുരുഷന് പുരുഷൻ്റെതായ സ്ഥാനവും ഉണ്ട്. ഏതെങ്കിലും ഒരു ചെറിയ കൺസർവേറ്റീവ് ടിഞ്ചുള്ള ഒരു കാര്യം പറഞ്ഞാൽ അത് സ്ത്രീ സമൂഹത്തിനെതിരെ കടന്നാക്രമണമെന്ന് പറയുന്നത് ഒരു സ്യൂഡോ ഫെമിനിസ്റ്റ് ഫാഷനാണ്. ഹസൻ സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വേറൊരു പാർട്ടി നിൽക്കുമ്പോൾ തന്നെ പറയട്ടെ, 1939 ശേഷം കോൺഗ്രസ് പ്രൊഡ്യൂസ് ചെയ്ത ഒരുപക്ഷെ നമ്മുടെ മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ഒരു KPC പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ച് എന്നാൽ ഒരു സെക്കുലറായി നിൽക്കുന്ന, ഞങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്ന ആദരിക്കുന്ന എന്ന അഭിപ്രായ വ്യത്യാസം കാണുമില്ലെന്നല്ല വ്യക്തിയാണ്. അപ്പൊ ഹസൻ സാറിനെ ടാർഗറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം സ്ത്രീ വിരുദ്ധ പരാമർശം പറഞ്ഞു. അതിൽ ഒളിഞ്ഞ് ഇരിക്കുന്ന ഒരു മുസ്ലിം വിരുദ്ധത തുടങ്ങിയ ആംഗിളുകൾ കൊണ്ടുവരുന്ന കഷ്ടമാണ്. അദ്ദേഹം ഈ നാട്ടിലെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക്, എത്രയോ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ അതായത് ബൈബിളും കൊന്തയും പള്ളിയിൽ പോകുന്നതിന് ഈ പീരീഡ്സ് അടക്കമുള്ള കാര്യങ്ങൾക്ക് ചില നിയന്ത്രണങ്ങളുണ്ട്. അത് നമ്മുടെ നാടിന്റെ അല്ലെങ്കിൽ എല്ലാ പഴയ ട്രൈബൽ പാസ്റ്റോറൽ കൾച്ചറിന്റെയും ഭാഗം കൂടിയാണ്. ഇതിനോടുള്ള താങ്കളുടെ പ്രതികരണം എന്താണ്? അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഈ ഇവര് മതഗ്രന്ഥം പഠിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇതൊക്കെ പാലിച്ചിട്ടാണൊക്കെ വരുന്നതെങ്കിൽ ഇതിലൊക്കെ സ്ത്രീ സുരക്ഷയുടെയും അല്ലെങ്കിൽ സ്ത്രീയെ ബഹുമാനിക്കേണ്ട കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് ഇവർ ഒഴിവാക്കിയിട്ട് ഈ ആർത്തവം എന്ന് പറയുന്ന സാധനത്തിന് എന്തിനാണ് പുറത്തിടുന്നത്? അപ്പൊ അത് നമ്മളെ ഒരു പെണ്ണിനെ സംബന്ധിച്ച് അത് ഒരു ഉത്തരവാദിത്വ ബോധത്തിൽ ആ സമയത്ത് മാറി നിൽക്കേണ്ടതാണ് എന്ന് പൊതുസമൂഹത്തിന് കാണിച്ച് ഒരു പുതിയ തലമുറയോട് അദ്ദേഹം പറയുകയാണ്. ആർത്തവം ഞങ്ങളുടെ അവകാശമാണ്. ആർത്തവമില്ലാത്തൊരു പെൺകുട്ടിയെ ഇവിടെ ആരെങ്കിലും കല്യാണം കഴിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും എല്ലാം ആവശ്യമുണ്ട്. പക്ഷെ അതിനെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, ഇത് ഒരു ആർത്തവത്തിന്റെ പേരിൽ ഒരു പെണ്ണിനെ മാറ്റി നിർത്തണം. ഹിമാലയത്തിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഫോറസ്റ്റിൽ ഫോറസ്റ്റിൽ 10, 30, 40, 50 കിലോമീറ്റർ നടന്ന് യാത്ര ചെയ്തിട്ടുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ. ഞങ്ങളോടൊന്നും ആരും നിങ്ങൾ ആർത്തവത്തിന്റെ സമയം നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്ക്, നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്ക്, നിങ്ങൾ സ്കൂളിലേക്ക് വരണ്ട, നിങ്ങൾ ഓഫീസിലേക്ക് വരണ്ട, ഇതൊന്നും ആരും പറയുന്നില്ല. അപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് മാത്രം എടുത്തിട്ട് ഇതൊരു എന്താണ് സ്ത്രീകളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു പ്രസ്താവന തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു KPCC പ്രസിഡന്റ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നാണ്. അത് തന്നെ. അപ്പൊ ഇയാൾക്ക് പേടിയാണ്, ഇദ്ദേഹത്തിന് പേടിയാണ്. എന്താ വെച്ചാല് കൂടുതൽ ഇപ്പൊ KPCC പ്രസിഡന്റ് ബിന്ദു ചേച്ചി, അല്ല ഒരു DCC പ്രസിഡന്റായി ബിന്ദു ചേച്ചി പോലുള്ള ആളുകൾ വന്നപ്പോൾ കൂടുതൽ സ്ത്രീകൾ ഇതിനകത്തേക്ക് വരുവാന്നുള്ളൊരു പേടി. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് സ്ത്രീകളുടെ മുന്നേറ്റത്തെ തടയാനുള്ള ഒരു സാധനമായിട്ടാണ് എനിക്ക് ഇതിന് തോന്നുന്നത്. ഇത്തരം കോൺസ്പിറസി തിയറീസ് ആണ് അപകടം. ധന്യ പറയുന്നത് വളരെ രസകരമായിരുന്നു. ധന്യ പറയുന്ന ഏകദേശം കഴിഞ്ഞ 20 സെക്കൻഡ് ഞാൻ കേട്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ സ്ത്രീപക്ഷ നമ്മുടെ ഇദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് സാർ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യും. കാര്യം 14 സെക്കൻഡിൽ കൂടുതൽ എന്റെ സഹോദരി കൂടിയായ ധന്യ പറയുന്നത് നന്നായി ഞാൻ കേട്ടിരുന്നു. 14 സെക്കൻഡിൽ കൂടുതൽ ധന്യ പറയുന്നത് കേട്ടിരുന്നതുകൊണ്ട് ഞാനിപ്പോ അറസ്റ്റിലാവണം എന്ന് പറയുന്ന അമിത സ്ത്രീപക്ഷക്കാരുണ്ട്. നമ്മളിത് ഓവർ ആക്കരുത്. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയാണെന്നൊന്നുമല്ല. അത് മതവിശ്വാസങ്ങളുടെ ഭാഗമായി വരുന്ന ഒരു ചിന്താധാര മാത്രമാണ്. ഈ ചിന്താധാരയുടെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ഹിന്ദു ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ പീരീഡ്സിന്റെ സമയത്ത് മാറി നിൽക്കുന്നത്. നമുക്കതിനോട് യോജിക്കാം, വിയോജിക്കാം. പക്ഷേ ഹസൻ സാർ അതിനൊരു സ്ത്രീ വിരോധിയാണ്, ഇതിന്റെ പിന്നിൽ പുരുഷ ഗൂഢാലോചനയാണെന്നൊക്കെ പറയുന്നത് രണ്ടല്ല. ഈ സ്ത്രീകളെ അനുകൂലിക്കുന്നത് ഈ മതങ്ങളിൽ നിന്ന് വന്ന കാഴ്ചപ്പാടാണ്. ഇന്ത്യയിലെ നിയമങ്ങൾ നോക്കൂ, ഓവർലി സ്ത്രീ ബയസ്ഡ് ആണ്. അല്ലല്ല, ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല, ഞാൻ ഇപ്പത്തെ കാര്യം പറയാം. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ, വേദഗ്രന്ഥത്തിലാണ് സ്ത്രീകൾ അശുദ്ധരാണ് ആർത്തവ സമയത്ത്. അവിടെയാണ് പ്രശ്നം. ഈ അശുദ്ധി എന്ന വാക്കിന്റെ കോണ്ടെക്സ്റ്റ്, ഓരോ വാക്കിനും നൂറ്റാണ്ടുകളിൽ പുതിയ അർത്ഥഗരിമകൾ ഉണ്ടാവും, അർത്ഥ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതായത് എന്താ ഇതിന്റെ അർത്ഥം? പീരീഡ്സ് എന്ന് പറയുന്ന കാര്യത്തിന് ആ സമയത്ത് സ്ത്രീകൾക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ള സയന്റിഫിക് സ്റ്റഡി ആണല്ലോ, ആർക്കും വിരോധമില്ലല്ലോ. ഈ ഹോർമോണൽ ചേഞ്ചും ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന സമയത്ത് പണ്ടത്തെ കാലത്തെ സ്ത്രീകളോട് പറഞ്ഞു, ഒരുപാട് ജോലി ചെയ്യുന്നവരാണ് സ്ത്രീകൾ, നിങ്ങൾ ജോലി ചെയ്യണ്ട, നിങ്ങൾ വീട്ടിൽ റെസ്റ്റ് ചെയ്യൂ, നിങ്ങൾ അമ്പല ദർശനം അടക്കമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പള്ളി ദർശനങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കൂ. ഇവർക്ക് കൂടുതൽ റെസ്റ്റ് കിട്ടിയ ഒരു കാര്യമാണ്. ചില ആൾക്കാർ ദുർവ്യാഖ്യാനം ചെയ്ത് കാണാം. പക്ഷേ അതിന്റെ എല്ലാം പിന്നിൽ ഒരു പുരുഷത്വ ഗൂഢാലോചനയുണ്ടെന്ന് പറയുന്നത്, ഇത് ബിന്ദു ചേച്ചിയെ നമുക്കെല്ലാം ഇഷ്ടമാണ്, അത് വരെ ബിന്ദു ചേച്ചിയെ വരാനുള്ളതിന് തടയെന്ന് പറയുന്നത് ഓവർട്ട്ലി ഫെമിനിസ്റ്റ് റീഡിംഗ് ആണ്. അപ്പൊ ഒരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടിയുന്നതുകൊണ്ടല്ല, അദ്ദേഹത്തിന് ഒരു കൺസർവേറ്റീവ് ആണെന്ന് പറഞ്ഞെങ്കിൽ
വിമർശിക്കാം. പക്ഷേ അദ്ദേഹം സ്ത്രീ വിരോധിയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതൊരു അമിത തീവ്ര ഇടതുപക്ഷ ഫെമിനിസ്റ്റ് വായനയാണ്. അത് യാഥാർത്ഥ്യമില്ലാത്തതാണ്. എന്താണ് അശുദ്ധി എന്നാണ് താങ്കൾ പറഞ്ഞത്? ഈ ആർത്തവത്തിലെ അശുദ്ധി എന്താണെന്ന് എങ്ങനെ വ്യാഖ്യാനിക്കും? നല്ല ചോദ്യം. എന്താണ് ശശീന്ദ്രൻ സാറിന്റെ വാക്കുകളിലെ അശുദ്ധി? കോണ്ടെക്സ്റ്റ് ഇല്ലാത്ത ഒരു കാര്യത്തെയാണ് നമ്മൾ വിഷയത്തിലേക്ക് വരും. ഇല്ലെന്ന് പറയണില്ല. അയ്യോ, ഒരു കാരണവശാലും അദ്ദേഹം തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹമോ അല്ലെങ്കിൽ മുമ്പ് പിടിക്കപ്പെട്ട അല്ലെങ്കിൽ മുമ്പ് ആരോപണ വിധേയനായ എന്റെ അമ്മാവും കൂടിയായ ശബരിമല തന്ത്രിയുടെ കേസോ അല്ലെങ്കിൽ തരുൺ തേജ്പാലിന്റെ കേസോ, ഏത് കേസും ലൈംഗികയും ബന്ധപ്പെട്ട ഏത് കേസും ആയിക്കോട്ടെ, ലൈംഗികതയിൽ എന്താ അശുദ്ധി? ലോകത്ത് ലൈംഗികത ഇഷ്ടപ്പെടാത്ത ആരുമില്ല. പക്ഷേ ലൈംഗികതയ്ക്ക് ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ കോണ്ടെക്സ്റ്റിന്റെ വെളിയിൽ വരികയാണെങ്കിൽ ചില ആൾക്കാർ അതിനെ ചോദ്യം ചെയ്തേക്കാം. നമുക്ക് അതിനോട് യോജിക്കാം, വിയോജിക്കാം. ഇപ്പൊ ഉദാഹരണം, മറൈൻ ഡ്രൈവിൽ നടന്ന കാര്യങ്ങൾ, ലൈംഗികത ആരും തെറ്റല്ല. സ്ത്രീ പുരുഷ സമൂഹത്തിലൂടെയാണ് ലോകത്ത് എല്ലാ കുട്ടികളും ഉണ്ടായത്. പക്ഷേ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിന് വെളിയിൽ വരുമ്പോൾ അതിനെ എതിർക്കാനുള്ള പ്രവണത ഉണ്ടാകും. ഒരു കാര്യം കൂടി, ലൈംഗികത എല്ലാവർക്കും ഇഷ്ടമാണ്. ഭാര്യ ഭർത്താക്ക കാര്യങ്ങൾ അടച്ചിട്ട് മുറിക്കുള്ളിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞത് ഒരു ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിന്റെ നേതാവായ സഖാവ് പിണറായി വിജയൻ അല്ലേ? അങ്ങനെയല്ലേ അദ്ദേഹം കിസ് ഓഫ് ലവിനെ തള്ളി പറഞ്ഞത്? കിസ് തെറ്റല്ല, ലവ് തെറ്റല്ല, കിസ് ഓഫ് ലവും തെറ്റല്ല. പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയൻ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ ഭാര്യയോട് ചെയ്യേണ്ട കാര്യങ്ങൾ വീട്ടിൽ ഇരുന്ന് ചെയ്താൽ മതി. എന്തുകൊണ്ടാ? ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതിനോട് നമുക്ക് യോജിക്കാം, വിയോജിക്കാം. അതുകൊണ്ട് പിണറായി വിജയൻ സ്ത്രീകളുടെ മുന്നേറ്റത്തെയും ചുംബനത്തെയും എതിർക്കുന്നവനാണ്, ലൈംഗിക വിരോധിയാണ് എന്നൊക്കെ പറയുന്നത് പോലെയാണ് എം ഹസൻ സാർ സ്ത്രീ വിരോധിയാണെന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കൺസർവേറ്റീവ് വ്യൂ പോയിന്റ് ആണ് എന്ന് നമുക്ക് വിമർശിക്കാം. എനിക്ക് അതിന് അഭിപ്രായമില്ല. ഞാൻ പറയട്ടെ, ഈ എം ഹസനെ പോലെയുള്ളവർ ഇവരുടെ കയ്യിൽ അധികാരം ഇരുന്ന കാലഘട്ടമുണ്ട്. ഇവർ പൊതുസമൂഹത്തിൽ ജീവിത മനുഷ്യന്മാരുടെ, സാധാരണക്കാരുടെ അല്ലെങ്കിൽ ഏറ്റവും പിന്നോക്കം ജീവിതത്തിൽ പിന്നോക്കം നിൽക്കുന്നവന്റെ ജീവിത മാറ്റം നിലവാരം വർദ്ധിപ്പിക്കാനായിട്ട് ഇവരൊക്കെ എന്താ ചെയ്തിട്ടുള്ളത്? ഇവരൊക്കെ കേൾക്കണം. ഇവരൊക്കെ എന്നിട്ടാണ് ഇവരൊക്കെ ഈ ആർത്തവത്തെ സംബന്ധിച്ചുണ്ടായ കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ ഈ കാലഘട്ടത്തിൽ ഇടയ്ക്ക് എത്ര കുട്ടികൾ റേപ്പ് ചെയ്യപ്പെട്ട്, എത്ര സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെട്ട് മനുഷ്യന് സ്വതന്ത്രമായി പുറത്തിറങ്ങി നടക്കാനുള്ള, അപ്പൊ ഈ രാഷ്ട്രീയമാണ് എപ്പോഴും ഈ സാമൂഹിക നന്മയെ തടയുന്ന രീതിയിലുള്ള ടോക്ക് ഇവിടെ എപ്പോഴും ഉണ്ടാക്കുന്നത്. എത്രയോ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരു നേതാവ് പറഞ്ഞാൽ, ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് നല്ല കാര്യം പറഞ്ഞാൽ മറ്റേത് പാർട്ടികളുടെ അണികളായാലും അത് സ്വീകരിക്കും. നല്ലത് പറഞ്ഞാൽ നല്ലതിനെ സ്വീകരിക്കുന്ന ചരിത്രമാണ് കേരളത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും ഉള്ളത്. പക്ഷേ അത്തരം കാര്യങ്ങൾ ഇങ്ങനെ ഒരു യുവമാധ്യമ പ്രവർത്തകരുടെ വേദിയിൽ പറയാതെ ഇത് ചർച്ചയാക്കപ്പെടണം എന്നുള്ളതിന്റെ ഒരു താല്പര്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ആർത്തവത്തിന്റെ വിഷയം എടുത്തിട്ടത്. അപ്പൊ അതിനകത്ത് നമുക്ക് അദ്ദേഹം അത്ര ഒരു പാവം ായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നിഷ്കളങ്കൻ നിരാലംബ. ഒന്നും കൂടെ ഭരണം കൊടുത്തു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 92,500 മതസ്ഥാപനങ്ങൾക്ക് എഴുതി കൊടുത്തത്. കഴിഞ്ഞ കാലഘട്ടത്തിൽ 92,500 ഏക്കർ ഭൂമിയാണ് ഇവിടുത്തെ മതാടിസ്ഥാനത്തിലാണ് ഇവർ ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തോട് വിളമ്പേണ്ട, അത് മതിയാക്കിക്കോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാൻ. ഈ കാര്യത്തോട് യോജിപ്പാണ്. വേണ്ട രീതിയിൽ കേരളം മൊത്തം എഴുതി കൊടുക്കും. വിശിഷ്യ ധന്യ പ്രതിദാനം ചെയ്യുന്ന വിഭാഗം നമ്മുടെ പിന്നോക്ക ദളിത് വിഭാഗങ്ങളോട് അവഗണനയുണ്ട്. അത് പൊതുസമൂഹത്തിന്റെ എല്ലാ പാർട്ടികളുടെയും തെറ്റാണ്, അത് ശരിയാണ്. പക്ഷേ ഹസൻ സാറോ അല്ലെങ്കിൽ ബാക്കി ഏതൊരു വ്യക്തിയോ നൂറുകണക്കിന് പരിപാടിക്ക് പോകുന്ന രാഷ്ട്രീയ പ്രവർത്തകരാണ്. അവര് സംസാരിക്കുന്ന 40 മിനിറ്റിൽ ഒരു വരി എന്തെങ്കിലും കോണ്ടെക്സ്റ്റിലായിരിക്കും ഇത് പറഞ്ഞത്. അല്ലാതെ ഒരു ദിവസം രാവിലെ ആർത്തവത്തിനെതിരെ ആഞ്ഞടിക്കണം എന്ന് പറഞ്ഞിട്ടല്ല. ആ ഒരു പ്രത്യേക വരി ചർച്ച ചെയ്യണം, വേണ്ടെന്നാരും പറയുന്നില്ല. അതൊരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടാണ്, ചർച്ച ചെയ്യണം. പക്ഷേ ഭാസുരേന്ദ്ര ബാബു കൂടി ചേരുകയാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു ഈ പ്രസ്താവനയോട്? അല്ല, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ആർത്തവം അശുദ്ധമായ ഒരു കാര്യമാണോ എന്നുള്ളതാണല്ലോ. അതേ സംബന്ധിച്ച് നമ്മുടെ എം ഹസനാണ് ഇത്തരമൊരു ഡിസ്കഷൻ ഇഗ്നൈറ്റ് ചെയ്തതിന് അടിയന്തര കാരണവും. അദ്ദേഹം അത് അശുദ്ധമാണെന്ന് തന്നെ പറയുന്നു. ഞാൻ കേൾക്കുകയായിരുന്നു ശ്രീ രാഹുൽ ഈശ്വർ സംസാരിക്കുന്നത്. എല്ലാ കാര്യത്തിലും എന്ന മാതിരി ഇക്കാര്യത്തിലും അദ്ദേഹം യാഥാസ്ഥിതിക പക്ഷത്തും വേട്ടക്കാരുടെ പക്ഷത്തുമാണ്. എല്ലാ ധാർമ്മിക സദാചാര കാര്യങ്ങളിലും അദ്ദേഹം കൈക്കൊള്ളുന്ന രീതിയാണ്. അതിന് അദ്ദേഹം കുറെ വാക്കുകൾ പറയും. ഞാൻ പറയുന്നു, രാഹുൽ ഈശ്വർ, ഈ ശുദ്ധി അശുദ്ധി എന്നത് ഓരോ കാലഘട്ടത്തിലും നിർണ്ണയിക്കപ്പെടുന്നതാണ്. സ്ഥിരമായൊരു ശുദ്ധിയോ സ്ഥിരമായൊരു അശുദ്ധിയോ ഇല്ല. ഇവിടെ ഈ അശുദ്ധം എന്ന വാക്ക് സിഗ്നിഫൈ ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ. സ്ത്രീയാണോ ശുദ്ധി സൂക്ഷിക്കേണ്ട ഒരാൾ എന്ന് തോന്നും. പക്ഷെ ആർത്തവം അവരുടെ ശാരീരികമായ ഒരു സവിശേഷതയാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു. അത് അശുദ്ധമാണെന്ന് പറയുമ്പോൾ ശുദ്ധി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സ്ത്രീക്ക് എന്ന സിഗ്നിഫൈങ് മീനിങ് വരുന്നു. സിഗ്നിഫയർ, നിങ്ങൾ അശുദ്ധി എന്ന നിലയ്ക്ക് അതിനെ കാണുമ്പോൾ സ്ത്രീ അശുദ്ധി വാഹകരെന്ന് സിഗ്നിഫൈ ചെയ്യുന്നു ഭാഷയിലും അതുമാതിരി തന്നെ ആചാരങ്ങളിലും. ആചാരങ്ങളിൽ സ്ത്രീയെ അങ്ങനെ സിഗ്നിഫൈ ചെയ്ത ഒരു പൂർവ്വ കാലഘട്ടത്തെയാണ് നാം പരിത്യജിക്കേണ്ടത്. രാഹുൽ, താങ്കൾ ചെറുപ്പക്കാരനല്ലേ, പരിത്യജിക്കാൻ വളരെ എളുപ്പം സൗകര്യമുള്ള ഒരാളല്ലേ.
അങ്ങനെ വരുമ്പോൾ ആർത്തവം അശുദ്ധമാണെന്ന് പറയുന്ന വീക്ഷണവും ആ വീക്ഷണം ഉൽപ്പാദിപ്പിച്ച കാലവും ആ കാലവും പരിത്യജിക്കപ്പെടുമ്പോൾ സ്ത്രീ അവളെ തിരിച്ചു പിടിക്കുന്നു, അവളുടെ സ്വത്വം. ഇതാണ് പ്രശ്നം. അപ്പോൾ താങ്കൾ സ്ത്രീപക്ഷപാതിയാണെങ്കിൽ മാത്രമേ താങ്കൾക്ക് അത് മനസ്സിലാവൂ. അല്ലെങ്കിൽ സ്ത്രീയാകണം. സ്ത്രീയാകാൻ താങ്കൾക്ക് ഇനി കഴിയില്ല. സ്ത്രീ പക്ഷപാതിയെങ്കിലും അറ്റ്ലീസ്റ്റ് ആയിക്കൂടെ? ഞാൻ മനുഷ്യപക്ഷപാതിയാണ് സാർ. ഞാൻ മനുഷ്യപക്ഷപാതിയാണ്. അത് ഒരു നല്ല മറുപടിയല്ല ഈശ്വർ. സ്ത്രീയും പുരുഷനും മനുഷ്യർ തന്നെയാണ്. സ്ത്രീ പക്ഷപാതിയാകണമെന്ന് ഞാൻ വാദിക്കുന്നത്, ഞാൻ ആവശ്യപ്പെടുന്നത്, ഈ കാലഘട്ടത്തിൽ മനുഷ്യ വിമോചനത്തിന്റെ ഏറ്റവും വലിയ സിഗ്നിഫയിങ് എലമെന്റ് എന്ന് പറയുന്ന സ്ത്രീയാണ്. അതാണ് പ്രധാനം. സ്ത്രീ വിമോചിതയാകുമ്പോൾ, വിമോചിപ്പിക്കപ്പെട്ട പുരുഷനൊപ്പം നിൽക്കുമ്പോൾ മനുഷ്യ സമൂഹം വിമോചിക്കപ്പെടും. താങ്കൾ സമൂഹം എന്ന് പറയുന്നത് വിമോചനം ആഗ്രഹിക്കാത്ത സ്ത്രീ ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ്. അതാണ് വ്യത്യാസം. പിന്നെ മറ്റൊരു കാര്യം, ക്രിസ്ത്യൻ പള്ളിയിൽ താങ്കൾ അശുദ്ധീകരിക്കപ്പെട്ട സ്ത്രീ എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ, ആർത്തവിധയായ സ്ത്രീ, ആ സ്ത്രീക്ക് പ്രവേശിക്കാം കേട്ടോ. ഇത് മുസ്ലിമിന് ഹിന്ദുവിന് മാത്രമേ ഉള്ളൂ. പള്ളി എന്ന് പറഞ്ഞത് കൊണ്ടാണ്. ഏത് പള്ളിയും താങ്കൾ സൂചിപ്പിക്കാത്തത് കൊണ്ടാണ്. എന്ന് പറയുമ്പോൾ മനുഷ്യരാശിക്ക് പഴയ കാലഘട്ടത്തിൽ പോലും സ്ത്രീക്ക് ക്രിസ്ത്യാനികൾ അങ്ങനൊരു അവസ്ഥ കൊടുത്തിട്ടുമില്ല. ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ, ശുദ്ധി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സ്ത്രീയെ ഏൽപ്പിക്കരുത്. കാരണം അത് സമുദായത്തിനുള്ള ഉത്തരവാദിത്വമാണ്, സമൂഹത്തിനുള്ള ഉത്തരവാദിത്വമാണ്. സ്ത്രീയെ അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ അത് സിഗ്നിഫൈ ചെയ്യുന്നത് സ്ത്രീയെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏൽപ്പിച്ച് അവളെ അടിമയാക്കി സൂക്ഷിച്ച ഒരു ഭൂതകാലത്തെയാണ്. അതാണ് പ്രധാനം. അത് രാഹുൽ ഈശ്വറിനെ പോലെയുള്ള പ്രോമിസിംഗ് ആയ യുവാക്കൾ അത് കൈയൊഴിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഭാസുരേന്ദ്ര ബാബു സാറ് പറഞ്ഞത് സ്ത്രീയുടെ സാമൂഹിക ശുദ്ധിയോ അല്ലെങ്കിൽ അവളുടെ ചാസ്റ്റിറ്റിയോ തുടങ്ങിയ കാര്യങ്ങളാണ്. തീർച്ചയായും അത് സമൂഹത്തിന്റെയും കൂടി ഉത്തരവാദിത്തമാണ്. അതെല്ലാം നല്ല പറയുന്നത്. ഇവിടെ വളരെ സ്പെസിഫിക് ആയ പീരീഡ്സുമായി ബന്ധപ്പെട്ട, മെൻസസുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സാർ കറക്റ്റായി പറഞ്ഞതുപോലെ യാഥാസ്ഥിതികം എന്ന് വിളിക്കുന്ന കൺസർവേറ്റീവ്, അവരെ വേട്ടക്കാരെന്ന് ഞങ്ങൾ വിളിക്കുന്നില്ല എന്നേ ഉള്ളൂ, ആ പക്ഷത്തിന്റെ വളരെ പ്രബലമായവർക്ക് ഈ കാഴ്ചപ്പാടും. ഉദാഹരണം, നമ്മുടെ റോമൻ കത്തോലിക്കർക്കും തിരുവിതാംകൂറിലെ നസ്രാണികൾക്കും അടക്കം പഴയ പാരമ്പര്യം വെച്ച്, പഴയ നമ്പൂതിരി നായർ പാരമ്പര്യം എന്ന് അവരെ അവകാശപ്പെടുന്ന പാരമ്പര്യം വെച്ച് അവരുടെ പള്ളികളിലെ ബൈബിളുകൾ തൊടുന്നതിന്, ആ പ്രത്യേക സമയത്ത് കൊന്തയെടുക്കുന്നതിനടക്കം ചില നിയന്ത്രണങ്ങളുണ്ട് എന്ന് പല ക്രിസ്ത്യൻ ആൾക്കാർ തന്നെ ടി വിയിൽ പറഞ്ഞ് നമുക്ക് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് വേണ്ടത് നമുക്ക് യോജിക്കാം, വിയോജിക്കാം, പക്ഷെ അതിന്റെ പിന്നിൽ ഒരു സ്ത്രീപക്ഷ ഗൂഢാലോചനയാണ്. സ്ത്രീകളെ തടയാൻ ശ്രമിക്കുന്ന പഴയ പാരമ്പര്യങ്ങളൊക്കെ തിരികെ പിടിക്കണം തന്നെയാണോ താങ്കൾ പറഞ്ഞത്? ഇപ്പൊ കർണാടകത്തിലടക്കം ഗല്ലർഹട്ടികൾ എന്നൊക്കെ പറഞ്ഞു ഉണ്ടോ, അതായത് പീരീഡ്സിന്റെ സമയത്ത് അവരെ അവിടെ നിർത്തുക, വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുക. അതിൽ നിന്നൊക്കെ കേരള സമൂഹം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. നമ്മൾ തിരികെ പോകണം എന്നാണോ താങ്കൾ? രണ്ട് കാര്യങ്ങളാണ്. എല്ലാ പഴയ കാര്യങ്ങളും നല്ലതല്ല. രണ്ട്, എല്ലാ പഴയ കാര്യങ്ങളും തെറ്റുമല്ല. നമ്മുടെ പഴമയുടെ 5000 വർഷത്തെ പാരമ്പര്യമാണ് ഇന്ന് ഇന്ത്യക്ക് ഏറ്റവും വരുമാനം ലഭിക്കുന്ന യോഗയും ആയുർവേദവും ഒക്കെ. പാരമ്പര്യങ്ങൾ ത്യജിക്കണമെന്ന പേരിൽ യോഗ കളയണമെന്നാണോ അഭിപ്രായം? പാരമ്പര്യങ്ങൾ വേണ്ട എന്ന പേരിൽ യോഗയും ആയുർവേദവും നമ്മുടെ ആത്മീയതയും ഒന്നും വേണ്ടെന്നാണോ അഭിപ്രായം? നമ്മൾ ഈ പാരമ്പര്യത്തിൽ വിയോജിപ്പുള്ള കാര്യങ്ങളുണ്ട്. തികച്ചും സ്വാഭാവികമായ ഒരു ജൈവിക അവസ്ഥ എന്നതിനപ്പുറത്തേക്ക് ഇതിനെ എന്തിനു കാണും? ആ ജൈവിക അവസ്ഥ തന്നെയാണ്. ആ ജൈവിക അവസ്ഥയുടെ കാലാന്തത്തിന്റെ വളർച്ചയിൽ അന്ന് സ്ത്രീകൾക്ക് സുരക്ഷയും സംരക്ഷണവും വിശ്രമവും കൊടുക്കാൻ ചില രീതിശാസ്ത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതിനോട് വിയോജിക്കുന്നവരുണ്ട്, യോജിക്കുന്നവരുണ്ട്. അല്ല, എവിടെയും പൊക്കോട്ടെ. പക്ഷേ ചില ദേവാലയങ്ങളിൽ പോകുമ്പോൾ അതിൻ്റെതായ ചിട്ടവട്ടങ്ങളുണ്ട്. ഉദാഹരണം, സ്ലീവ്ലെസ് ഇടുന്നത് ഈ കാലത്ത് കോമൺ ആണ്, ലെഗിങ്സ് ഇടുന്നത് കോമൺ ആണ്. ഞാൻ വത്തിക്കാനിൽ പോയിരുന്നു, സെയിന്റ് പീറ്റേഴ്സ്ബർഗ് ചർച്ചിൽ. അവിടെ സ്ലീവ്ലെസ് ഇട്ടുകൊണ്ട് അകത്ത് കയറ്റില്ല. മുട്ടിന് മേളിലുള്ള ഡ്രസ് ആണെങ്കിൽ കയറ്റില്ല. ഇത് കടുത്ത സ്ത്രീ വിരുദ്ധമൊന്നുമില്ല. ലോ വേസ്റ്റ് ജീൻസും കയറ്റില്ല. ഇതിന്റെ പ്രശ്നം സ്ത്രീകളെ തെരഞ്ഞുപിടിച്ച് നിങ്ങൾ ആക്രമിക്കപ്പെടുകയാണെന്നും നിങ്ങൾ എന്താ പറയുന്നത് അടിച്ചമർത്തപ്പെടുകയാണെന്നും നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ വന്നു എന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു ലെഫ്റ്റ് ലിബറൽ മനസ്സാണ്. അതിന് തെറ്റൊന്നുമില്ല. ലെഫ്റ്റ് ലിബറൽ ഒരുപാട് ഗുണവും ചെയ്തിട്ടുണ്ട്, അവരോട് വിയോജിപ്പുള്ള കാര്യങ്ങളുണ്ട്, പക്ഷേ ഗുണവും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ പിന്നിൽ മുഴുവൻ ഒരു പുരുഷാധിപത്യ മനസ്സാണ് എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. കാരണം ഇന്ത്യയിലെ നിയമങ്ങൾ ഇപ്പോൾ തന്നെ അമിതമായി സ്ത്രീകൾക്ക് എന്നല്ല പറയുന്നത്. അതായത് ഒരു ശരാശരി മലയാളി പുരുഷന്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഉള്ളിലിരിപ്പ് പുറത്തു വന്നു. അല്ല, അങ്ങനൊന്നുമല്ല. ശ്രീ ഹസൻ സാറിനെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, MM ഹസൻ എന്ന വ്യക്തിയെ അറിയാമെങ്കിൽ ജയ്ഹിന്ദിനടക്കം വേണ്ടി ഒരുപാട് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ ത്യാഗം ചെയ്തിട്ടുള്ള, കോൺഗ്രസിന്റെ ബഹുസ്വരതയുടെ നല്ല ചിഹ്നമായിട്ടുള്ള, ഒരുപക്ഷെ പാർട്ടി ഭേദമന്യേ നമ്മളെല്ലാം ആരാധിക്കേണ്ട ഒരു വ്യക്തിയാണ്. മലബാറിന്റെ സിംഹം എന്ന് ഒരിക്കൽ പറഞ്ഞിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. തിരുവിതാംകൂറിലെ ഹസൻ സാറിന്റെ കുടുംബമടക്കം നോക്കുമ്പോൾ വലിയൊരു ബഹുസ്വരതയുടെ മതസൗഹാർദ്ദത്തിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കരിവാരി തേക്കാൻ ഈ ഒക്കേഷൻ ഉപയോഗിക്കണം. നിങ്ങൾക്ക് വിമർശിക്കാം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ
അലങ്കരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്ന നേതാവാണ് അദ്ദേഹം. അതെ, ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കുടുംബാധിഷ്ഠിതമായ മതവിശ്വാസ അധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം പറഞ്ഞതിന് അദ്ദേഹത്തിന് ദുരുദ്ദേശമില്ല. ഒരു കാര്യം കൂടി, ഈ മതങ്ങൾ ഉണ്ടാക്കിയ സ്വാധീനമുള്ള ഭരണഘടനയാണ് അമിതമായി സ്ത്രീപക്ഷമാണ്. സുപ്രീം കോടതി അടക്കം പറഞ്ഞിരിക്കുന്നു. അതായത് ഇന്ന് സ്ത്രീകൾ കൊടുക്കുന്ന വ്യാജ കേസുകൾ പുരുഷന്മാരെ കൊടുക്കുന്നത് അധികമാണ്. 498A, ഡൗറി ആക്ട്, റേപ്പ് ആക്ട് അടക്കം സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നു. സുപ്രീം കോടതി ഒരിക്കൽ പറയുകയുണ്ടായി, ഞങ്ങൾ സ്ത്രീകൾക്ക് സംരക്ഷണത്തിന് വേണ്ടി ഒരു കവചം, ഒരു ഷീൽഡ് കൊടുത്തു, അവരത് സ്വോർഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത്തരം വിഷയങ്ങളും കൂടി മറുഭാഗത്ത് ഓവർ ലിബറൽ ആയ ഭാഗത്തുണ്ട് എന്ന് മറക്കരുത്. തിരികെ എത്താം. ശ്രീ ഭാസുരേന്ദ്ര ബാബു കൂടി ചേരുകയാണ്. സർ, രാഹുൽ ഈശ്വർ പറഞ്ഞത് കേട്ടു എന്ന് തോന്നുന്നു. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? ആരോടാണ് ചോദ്യം? താങ്കളോടാണ്. അതിനകത്ത് ഞാൻ പറയുന്നത്, രാഹുൽ ഈശ്വർ നമ്മളൊരു യുക്തി പറയുമ്പോൾ ആ യുക്തിയുടെ അപ്പുറത്ത് പോയി മറ്റൊരു യുക്തി അദ്ദേഹം പറയും. ഈ ഒരു യുക്തി പൊതുവിൽ നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു യുക്തിയിൽ നിന്നുകൊണ്ട് മാത്രമേ ചർച്ച സാധ്യമാകൂ. ഇവിടെ എന്താണ്? സ്ത്രീ സ്വാതന്ത്ര്യമാണ് പ്രധാനം. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത് സമൂഹത്തിൽ ഏറ്റവും അധസ്ഥിതമായ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ശ്രേണിയിൽ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന വിഭാഗവുമായി തന്മയീഭാവം പുലർത്തുമ്പോഴാണ് ഒരാളുടെ സ്വാതന്ത്ര്യ സങ്കല്പം പൂർണ്ണമാകുന്നത്. രാഹുൽ, നാം എന്തുകൊണ്ട് ഫെമിനിസ്റ്റുകളാകണം എന്ന് ഞാൻ വിചാരിക്കുന്നത്, അവരുടെ ഭാഗത്തുനിന്ന് ലോകത്തെ വ്യാഖ്യാനിക്കണം, പ്രസ്ഥാനങ്ങളെയും ജീവിത രീതിയെയും ഒക്കെ വ്യാഖ്യാനിക്കണം. ഒരിക്കൽ മുതലാളിമാരുടെ ലോകത്തെ വ്യാഖ്യാനിച്ചു, ഭൂരിപക്ഷം ആൾക്കാർക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് അത് വ്യാഖ്യാനിക്കപ്പെട്ടപ്പോൾ വളരെയധികം ആളുകൾക്ക് ജനജീവിതത്തിൽ സ്വാതന്ത്ര്യം അനുഭവിച്ചു. ഇതൊക്കെയാണ് നിങ്ങളുടെ തലമുറ ഇപ്പോൾ അനുഭവിക്കുന്നത്. ഞങ്ങൾ കൂടി വീഴ്ത്തിയ രക്തത്തിന്റെയും കണ്ണീരിന്റെയും വിയർപ്പിന്റെയും ഒക്കെ വിലയുടെ ഭാഗമായ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഭൂതകാലത്തോട് ആ മഹിമകളെ നാം അത് അംഗീകരിക്കണം. താങ്കൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ കാലഘട്ടത്തിലെ യോഗയെക്കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ കാലഘട്ടത്തിൽ യോഗ എന്ന് പറയുന്ന ഒരു വിശ്വാസമാണ്, ജനജീവിതത്തിന്റെ വിശ്വാസമാണ്. നമുക്ക് യോഗയെ ഉൽപ്പാദിപ്പിച്ച ജനജീവിതത്തിന്റെ വിശ്വാസത്തെ നിരാകരിക്കാം. യോഗയിലുള്ള കസർത്തിന്റെ രൂപമുണ്ടല്ലോ, എന്താ പറയാ, ശരിക്കും ബോഡി ഘടന അത് സൂക്ഷിക്കുന്നു എന്ന നിലയ്ക്ക് നല്ലൊരു എക്സർസൈസ് എന്ന നിലയ്ക്ക് ഉൾക്കൊള്ളാം. യോഗയെ നമുക്ക് അത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട പരിസരത്തിന്റെ യാഥാസ്ഥിതിക വീക്ഷണങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമ്പോൾ മാത്രമേ യോഗയ്ക്ക് ഈ കാലഘട്ടത്തിൽ നിലനിൽക്കാനുള്ള യോഗം ലഭിക്കൂ. അത് യോഗയുടെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾ ആയുർവേദത്തിന്റെ കാര്യം പറഞ്ഞു. ആയുർവേദത്തിന്റെ മെഡിസിനൽ വാല്യൂ അത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട കാലത്തെ അതിജീവിച്ചാൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ അതിന് നിലനിൽപ്പുണ്ടാകുകയുള്ളൂ. ആ കാലഘട്ടവുമായി ബന്ധിപ്പിച്ച് ഒരു സാധനം KPCC പ്രസിഡന്റ് MM ഹസന്റെ ആർത്തവ പരാമർശം വിവാദമാവുകയാണ്. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീമതി ധന്യരാമൻ, രാഹുൽ ഈശ്വർ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ആർത്തവം അശുദ്ധമാണ് എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു അദ്ദേഹത്തിന്റെ വാദങ്ങളോട്? ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ശരിക്കും ഈ ഒരു രാഷ്ട്രീയ നേതാവ് ഇത്തരം പരാമർശങ്ങളെ പറയുമ്പോൾ അത് പൊതുസമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് മാറ്റമാണ് എപ്പോഴും ഉണ്ടാകുന്നത്. ഒന്ന് സാമൂഹ്യ മാറ്റം, ഒന്ന് രാഷ്ട്രീയ മാറ്റം. സാമൂഹ്യ മാറ്റം ഉണ്ടാകാത്ത ഒരു വിഭാഗം ആളുകളാണ് ഇപ്പോഴും ജീവിത നിലവാരമില്ലാതെ ഇങ്ങനെ ഒരു മാനുഷിക അവകാശങ്ങൾ പോലും ഇല്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹം. രാഷ്ട്രീയ മാറ്റം വന്നവരാവട്ടെ, അവർ ഏറ്റവും വലിയ ജന്മിമാരും ഭൂപ്രഭുക്കന്മാരും ഏറ്റവും നന്നായി ജീവിക്കുന്നവരുമാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം ഈ ചരിത്രം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് സാമൂഹ്യ മാറ്റം ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ സാമൂഹ്യ നേതാക്കളൊന്നും വലിയ ആഘോഷിക്കപ്പെടാത്തത്. നേരെ മറിച്ച് രാഷ്ട്രീയം നോക്കൂ. എനിക്കിപ്പോൾ വേണമെങ്കിൽ ഈ ഇത്ര കുറച്ച് ആളുകളെ കൂട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി എനിക്ക് രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാനും എനിക്കൊരു അധികാരത്തിലെത്താനും എനിക്ക് പറ്റും. അത് രാഷ്ട്രീയ മാറ്റമാണ്, അത് എളുപ്പം ഉണ്ടാകുന്നതാണ്. അതേ ഇവിടെ നടക്കുകയുള്ളൂ. മറ്റേ സാമൂഹ്യ മാറ്റത്തെയോ സാമൂഹ്യ നേതാക്കളെയോ കാര്യമായിട്ട് ഇവിടെ അംഗീകരിക്കാറില്ല. അതാണ് ചരിത്രം. ഡോക്ടർ BR അംബേദ്കറിന്റെ ജന്മദിനത്തിന് ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ അദ്ദേഹത്തിന്റെ ഒരു പടം പോലും ഇന്ന് പത്രങ്ങൾ ഫ്രണ്ട് പേജിൽ കൊടുക്കാൻ മടിക്കുന്നു. അല്ലെങ്കിൽ ഒരു പത്രം അതുപോലത്തെ ഒരു സാഹചര്യം ഇന്ന് ആ സാമൂഹ്യ മാറ്റത്തെ ഇവിടുത്തെ രാഷ്ട്രീയം ഭയക്കുന്നുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് ഇത്തരം സാമൂഹ്യ മാറ്റത്തെ ഇവിടെ തടയുന്ന രീതിയിലുള്ള സംസാരം ഇവിടെ ഉണ്ടാക്കുന്നത്. മറ്റൊന്ന് പറയാനുള്ളത്, ഈ ഞങ്ങളെ സംബന്ധിച്ച് ഇനി ഒരു കാര്യം പറയാം, പിന്നോക്ക വിഭാഗത്തെ പറ്റിയിട്ട് ഒരു കാര്യം പറയാണ്. അപ്പോൾ ഞങ്ങളുടെ ആളുകൾ ഇപ്പോഴും ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കാതെ ശരീരം കൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. രാവിലെ ഓഫീസിൽ പോയി അവിടെ ഇരുന്ന് അവിടെ എന്തെങ്കിലും ചെയ്ത് വരുന്നവരല്ല. രാവിലെ തൊട്ട് ഈ
കൊടും വെയിലത്തും വെള്ളം പോലും കുടിക്കാനില്ലാതെ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഭക്ഷണം പോലും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഇന്നും അത്രയും കഠിനമായ ജോലികൾ ചെയ്ത് ജീവിക്കുന്നത്, അതും സ്ത്രീ ഏത് സമൂഹം നോക്കിയാലും ഏത് ജാതി മതം എടുത്താലും സ്ത്രീകളാണ് ഇപ്പം ഏറ്റവും കൂടുതൽ അധ്വാനിച്ച് കുടുംബവും പുലർത്തുന്നത്. അപ്പോൾ ഇത്തരം കാലഘട്ടത്തിൽ നമ്മൾ സ്ത്രീകളെ ഈ ആർത്തവത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നത് ശരിയാണോ? ഈ ഞങ്ങളുടെ സ്ത്രീകളാണെങ്കിൽ ഏകദേശം 40-50 വയസ്സാകുമ്പോഴത്തേക്കും ഈ അധ്വാനിച്ച് അവരുടെ ശരീരം ഒന്നിനും കൊള്ളാതായി അത് രോഗാവസ്ഥയിലായി വളരെ പെട്ടെന്ന് മരിക്കുന്ന ഒരു സാഹചര്യം. ഇതൊന്നും അറിയുന്നില്ലേ എന്നുള്ളതാണ് എനിക്ക് തീർച്ചയായും. ഇപ്പോൾ ധന്യരാമൻ ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് രാഷ്ട്രീയ മാറ്റത്തിലൂടെയാണ് ഒരു സാമൂഹ്യ മാറ്റം ഉണ്ടാവുന്നത്. ഇങ്ങനെ മാറ്റം ഉണ്ടാക്കേണ്ടവർ ഇത്തരത്തിലാണ് മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ധന്യ പറയുന്ന വാക്കുകളോട്, ധന്യ നമ്മുടെ ഇടയിലുള്ള ഏറ്റവും പ്രമുഖമായ പിന്നോക്ക സമൂഹങ്ങളുടെ, ദളിത് സമൂഹങ്ങളുടെ ക്രെഡിബിൾ ആയ ഒരു ഫേസ് ആണ്. ആ വിഭാഗങ്ങളോട് യോജിക്കുന്നു. എനിക്ക് തോന്നുന്നു കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP ഭേദമന്യേ, ജാതിമത ഭേദമന്യേ ആ പോയിന്റിനോട് അംഗീകരിക്കും. നമ്മുടെ പിന്നോക്ക വിഭാഗത്തിന് കൂടുതൽ കാര്യങ്ങൾ വേണം, അവരുടെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നോക്കണം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ വിഷയം കുറെ കൂടി ഒരു ഫെമിനിസ്റ്റ് വേഴ്സസ് കൺസർവേറ്റീവ് എന്ന ഭാസുരേന്ദ്ര ബാബു സാർ പറഞ്ഞ വിഷയമാണ്. ധന്യ പറഞ്ഞ വിഷയങ്ങളോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് തന്നെ ഇത് ദൂരെ നിന്ന് കാണാൻ പറ്റുമെന്നറിയില്ല. ഏരിയൽ ലെവി എന്ന അമേരിക്കയിലെ സ്ത്രീ ജേർണലിസ്റ്റ് എഴുതിയ റൈസ് ഓഫ് ഫീമെയിൽ ഷോവനിസം എന്ന പുസ്തകമാണ്. അതായത് പണ്ട് മെയിൽ ഷോവനിസം ഉണ്ടായിരുന്നു, ഇന്നൊരു ഫീമെയിൽ ഷോവനിസം ആണ് റേസ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് അല്ല എന്നാരും പറയുന്നില്ല. ഇനി ഒരു കാര്യം കൂടെ, നല്ല ചോദ്യമാണ്. സ്ത്രീ പുറത്തിറങ്ങേണ്ട എന്ന് ലെഫ്റ്റ് ലിബറൽ ഫെമിനിസം വന്നതിന് ശേഷമല്ല ഝാൻസി റാണി ഉണ്ടായത്. ലെഫ്റ്റ് ലിബറൽ ഫെമിനിസം വന്നതിന് ശേഷമല്ല റസിയ സുൽത്താനെ ഉണ്ടായത്. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ വലിയൊരു വുമണിസ്റ്റ് പാരമ്പര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ വലതുപക്ഷത്തുള്ളവർ ശക്തമായി മുമ്പോട്ട് വെക്കുന്ന ആശയം ഫെമിനിസം അല്ല, നമുക്ക് വുമണിസം ആണ് വേണ്ടത്. ഇതിന്റെ വ്യത്യാസം, വുമണിസം എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളെ അംഗീകരിക്കുകയും സ്ത്രീക്കും പുരുഷനും യുണീക്കായ തനതായ വഴി ഉണ്ടാകണം എന്നുള്ള കാഴ്ചപ്പാടാണ്. ഇതാണ് ഭാരതീയ സംസ്കാരത്തോട് എല്ലാ മതങ്ങളോടും, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം മതങ്ങളോടും ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചപ്പാട്. ഹസൻ സാർ ആ ഒരു കാഴ്ചപ്പാട് എടുത്തുകൊണ്ടാണ് സ്ത്രീക്കും പുരുഷനും അവരുടേതായ യുണീക്കായ വളർച്ചാ വികസന പദ്ധതി ഉണ്ടാകണം എന്ന കാഴ്ചപ്പാടാണ് ഇതിന്റെ അടിസ്ഥാനം. ഹസൻ സാർ അത് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഏത് നേതാവ് അത് പറഞ്ഞതുകൊണ്ടോ ഈ രീതിയിൽ ഒരു അൺനെസസറി ആയിട്ടുള്ള ഫെമിനിസ്റ്റിക് ഓവർ ടച്ച്നെസ്, ഒരു സ്ത്രീപക്ഷ അമിത റിയാക്റ്റീവായ ഒരു പ്രവണത നമ്മുടെ ഇടയിലുണ്ട്. ആ പ്രവണത ശരിയല്ല. ഈ പ്രവണതയ്ക്കെതിരെ തന്നെയാണ് നമ്മുടെ ഇദ്ദേഹവും ശ്രീ ഇർഷാദ് സിംഗ് പറഞ്ഞപ്പോൾ ശക്തമായി CPM-ൽ നിന്ന് പല ആൾക്കാരും പ്രതികരിച്ചിരുന്നു. കാര്യം 14 സെക്കൻഡ് ഒരു പെൺകുട്ടിയെ നോക്കി അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന അതേ നെറേറ്റീവാണ് ഹസൻ സാർ പറയുന്നതിന് പിന്നിൽ സ്ത്രീപക്ഷ ഗൂഢാലോചനയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അമിത ഫെമിനിസം വേണ്ട, ഈ അൾട്രാ ഫെമിനിസം അല്ല ശ്രീ രാഹുൽ ഈശ്വർ. അതായത് ഒരു അഭിപ്രായം പറയുമ്പോൾ ഒന്നുകിൽ ഫെമിനിസം പറയും, അല്ലെങ്കിൽ നമ്മളെ അഭിപ്രായം പറയുമ്പോൾ ഞങ്ങളെ പുരുഷ മേധാവികളും വേട്ടക്കാരും ഞങ്ങള് ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എങ്കിൽ ഹസൻ സാർ എന്തുകൊണ്ട് ന്യായമായ കാര്യം പറഞ്ഞില്ല? ഇന്നത്തെ സമൂഹത്തിൽ ഒരു സ്ത്രീക്ക് സംഭവിക്കുന്ന സുരക്ഷിതമായി ജീവിക്കാൻ ഒരു സാഹചര്യമില്ല. എത്രയോ കുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുന്നു. 8 മാസത്തിനിടെ ഞാൻ തന്നെ 67 റേപ്പ് കേസ് രജിസ്റ്റർ ചെയ്തു. അതിൽ 33 പേര് 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. ഇതൊന്നും അറിയില്ല. അതായത് സ്ത്രീകൾ ആർത്തവം അശുദ്ധമായി കാണുന്നില്ല, സ്ത്രീകൾ കാണുന്നില്ല, അവർക്ക് പുറത്തിറങ്ങണം. എന്തിനു നിങ്ങൾ അതിനെ തടയുന്നു? അരമണിക്കൂറോ 3/4 മണിക്കൂറോ സംസാരിച്ചിട്ടുണ്ടാകും. അതിൽ നിന്ന് ഏതോ ഒരു കോണ്ടെക്സ്റ്റിൽ ദേവാലയങ്ങളിൽ പോകുമ്പോ, അതായത് അമ്പലത്തിലും മുസ്ലിം പള്ളിയിലും ക്രിസ്ത്യൻ പള്ളിയിലും, ഈ കോണ്ടെക്സ്റ്റ് ആണ് പ്രശ്നം. ദേവാലയത്തിൽ വെച്ച് ആരും റേപ്പ് ചെയ്യപ്പെടുന്നില്ലല്ലോ. ദേവാലയം എന്ന് പറഞ്ഞാൽ പരിശുദ്ധിയുള്ള കാര്യമാണ്. 1-2 ആയിരക്കണക്കിന് പള്ളിയിലച്ചന്മാരുള്ളതിൽ 1-2 പള്ളിയിലച്ചന്മാർ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി എല്ലാവരും തെറ്റാന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എത്രയോ NGOs ഇവിടെ മാഫിയ പ്രവർത്തനം നടത്തുന്നു. അതുകൊണ്ട് നല്ല NGOs ഇല്ലേ? അപ്പൊ അതുകൊണ്ട് 1-2 പള്ളിയിലച്ചന്മാർക്ക് തെറ്റുണ്ടായിട്ടുണ്ട്. സാക്ഷാൽ പോപ്പ് അതിന് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സംഭവത്തിലല്ല, മുമ്പത്തെ സംഭവത്തിന് ഇതിനെ മുഴുവൻ ഈ റൈറ്റ് കൺസർവേറ്റീവ് നമ്മുടെ വീടുകളിൽ നടക്കുന്നു പീഡനങ്ങൾ. നടക്കുന്നുണ്ട്. ഇല്ലെന്നാര് പറഞ്ഞു? പാർട്ടികളിൽ നടക്കുന്നുണ്ട്, മതസ്ഥാപനങ്ങളിൽ നടക്കുന്നുണ്ട്, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് വീടുകൾ അരക്ഷിതമാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് കുടുംബ സംവിധാനത്തെ ദുർബലപ്പെടുത്താനും കുടുംബത്തിനുള്ളിൽ പോലും ആരും സുരക്ഷിതരല്ല എന്ന് പറയാതെ പറയുന്ന ഫാമിലി എന്ന സിസ്റ്റത്തിനെതിരായ ഒരു സിസ്റ്റമാണ്. ഇനി ഒരു വരി കൂടി, എന്റെ വാക്ക് നിങ്ങൾ എടുക്കണ്ട. അന്താരാഷ്ട്ര ലെവലിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന സോഷ്യലിസ്റ്റ് പോപ്പായ പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹം ഒരു വാർണിംഗ് ആയിട്ട് തന്നെ നൽകുന്നു. റോയിട്ടേഴ്സ് നൽകിയ വാർത്തയാണ്. ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ട് കുടുംബ സംവിധാനത്തെ ഇല്ലാതാക്കാൻ, കുടുംബത്തെ താഴ്ത്തിക്കാട്ടാൻ. അങ്ങനെ ഒരു ശ്രമമുണ്ടെന്ന് കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായ 100 കോടി കത്തോലിക്കരുടെയും 250 കോടി ക്രിസ്ത്യാനികൾക്കും ആദരിക്കുന്ന ഫിഗറായ പോപ്പ് പറയുമ്പോൾ ഒരു അൾട്രാ ലെഫ്റ്റ് ലിബറലിസം നമ്മുടെ മീഡിയ ഡിസ്കോഴ്സിൽ
മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ നോക്കുകയാണ്. അത് അപകടകരമാണ്. ഒറ്റ വരി കൂടി പറഞ്ഞു നോക്കുക. ലെഫ്റ്റ് ലിബറൽ ആയിരുന്നില്ല ഝാൻസി റാണി, ലെഫ്റ്റ് ലിബറൽ ആയിരുന്നില്ല റസിയ സുൽത്താന. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ പാരമ്പര്യമുണ്ട്. രാഹുൽ ഈശ്വറിനോട് ഇപ്പോഴും വിയോജിപ്പുണ്ട്. ധന്യരാമൻ എങ്ങനെ പ്രതികരിക്കും? എനിക്ക് വിയോജിപ്പാണല്ലോ. കാരണം ഇവരൊക്കെ വരുന്നത് ഒരേ മാനസികാവസ്ഥ. എം ഹസന്റെയും RSSന്റെയും എല്ലാം ചിന്താഗതി ഒരേ പോലെ. ഈ ചിന്താഗതി മറ്റുള്ളവരെ ഭൗതികമായി തകർക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ്. അത് എന്താണ് ഭൗതികമായി നമ്മളെ മാനസികമായിട്ടും അടിച്ചമർത്താനുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നുള്ളൂ. കാരണം ഞാൻ കണ്ട സ്ത്രീകളാരും വെറുതെ വീട്ടിലിരിക്കാൻ പറ്റുന്ന സ്ത്രീകളല്ല. ഇപ്പൊ എല്ലാം നമ്മളിപ്പോ എല്ലാവരും ഒരു മനുഷ്യന്റെ അവകാശങ്ങളോടുകൂടി ജീവിക്കുന്നവരാണെങ്കിൽ പോട്ടെ, ഇങ്ങനെ പറഞ്ഞ് നമുക്ക് വെറുതെ വിട്ടേക്ക്. ഇവിടെ ഇത്രയും 100 കോടി ഇത്രയും ആളുകൾക്ക് ഇത്രയും വിഷയങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു നല്ല മെസ്സേജ് കൊടുക്കേണ്ട. ഇവിടെ കേരളം ഏറ്റവും പ്രാവശ്യം കൂടുതൽ ഭരിച്ചിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വലിയ നേതാവാണ് അദ്ദേഹം സമൂഹത്തിലേക്ക് ഇത്തരം ഒരു മെസ്സേജ് കൊടുക്കുന്നത്. അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. എന്തുകൊണ്ട് അതെ നല്ല കാര്യം പറഞ്ഞില്ല? എന്തുകൊണ്ട് പിന്നെ നല്ല കാര്യം അങ്ങനെ നാക്കിൽ വരാത്ത? നല്ല കാര്യം ചെയ്താലല്ലേ നല്ല കാര്യം പറയാൻ സമയം. KPCC പ്രസിഡന്റ് ഹസന്റെ ഭാഗത്തു നിന്നുണ്ടായുള്ള വിവാദ പരാമർശമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇടവേളയിലേക്ക്. KPCC പ്രസിഡന്റ് MM ഹസന്റെ ആർത്തവ പരാമർശം വിവാദമാവുകയാണ്. യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിച്ച യുവ മാധ്യമ പ്രവർത്തകർക്കുള്ള ക്യാമ്പിലാണ് ഹസന്റെ സ്ത്രീവിരുദ്ധ പരാമർശം. ആർത്തവം അശുദ്ധിയാണെന്നും ആർത്തവകാലത്ത് സ്ത്രീകൾ ആരാധനാലയങ്ങളിൽ പോകരുതുമെന്ന് പറയുന്നതിൽ ശാസ്ത്രമുണ്ടെന്നും ക്യാമ്പിൽ ഹസൻ വാദിച്ചു. ഇതിനെ ക്യാമ്പിൽ പങ്കെടുത്ത പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ശക്തമായ ഭാഷയിൽ ചോദ്യം ചെയ്തെങ്കിലും ഹസൻ നിലപാട് തിരുത്താൻ തയ്യാറായില്ല.